അധിക്ഷേപ പരാമർശം തുടർന്ന് നടൻ വിനായകൻ. ന്യൂസ് 18 മാധ്യമപ്രവർത്തക അപർണ കുറുപ്പിനെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം. അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് വിനായകൻ അയച്ചു നൽകിയത്. ഷാജൻ സ്കറിയയുടെ കുടുംബത്തെയും വളരെ മോശമായാണ് ഓഡിയോയിൽ വിനായകൻ പരാമർശിക്കുന്നത്. പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉള്ള ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നതല്ല. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇവയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. എടിയ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപർണ കുറുപ്പും ഷാജൻ സ്കറിയയുമാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഷാജൻ സ്കറിയ, താങ്കൾക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചു നൽകിയത്. എന്തുകൊണ്ടാകാം താങ്കൾക്ക് ഇങ്ങനെ സന്ദേശം അയച്ചു നൽകിയത്? ജൂലൈ മാസം 23-നാണെന്ന് തോന്നിയ വിഷയം, ഇയാൾ VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച വിഷയം ചൂടാ നിൽക്കുമ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഇയാളെ വെറുതെ വിടും, ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, ഇയാളൊരു കുഴപ്പക്കാരനാണ്, നമ്മൾ ഇയാളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ഞാൻ അയാൾക്ക് പോസിറ്റീവ് ആകും, ഒരു പരിധി വരെ ഇയാൾ ഇങ്ങനെയാണ് നന്നാവത്തില്ല എന്ന് കരുതി ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്ത് അന്ന് അയാൾ എന്നെ കുറേ തവണ വിളിച്ചു. ഞാനൊരു പരിപാടിയിൽ ഇരിക്കായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 100 തവണ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടു, എന്താണെന്ന് പറയൂ വിനായക, പിന്നെ വിളിക്കാൻ. പിന്നെ അയാൾ എനിക്കിട്ട മെസ്സേജ് പച്ചത്തെറി വിളിച്ച് എന്റെ ഭാര്യ എന്റെ മക്കളെയൊക്കെ വിളിച്ച് തെറി പിടിച്ചായിരുന്നു. ഞാൻ മറുപടി പറയാൻ പോയില്ല. പിന്നെ അന്ന് രാത്രി മുഴുവൻ അയാൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം തുടങ്ങി, അന്ന് നേരം വെളുത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതേ മെസ്സേജുകൾ അയാൾ എനിക്ക് രാവിലെ പച്ചത്തെറി പറഞ്ഞു, ഭാര്യയെ ചീത്ത വിളിച്ച്, മക്കളെ ചീത്ത വിളിച്ച്, എന്റെ പെൺകുട്ടിക്ക്, എന്റെ മകൾക്ക് 16 വയസ്സേ ഉള്ളൂ, ആ കൊച്ചിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞ് അയാൾ എനിക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. വേറെ എന്തൊക്കെയോ ഇട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇത് ഇനിയിപ്പോ ഇയാളുടെ പറയാൻ ശ്രീ ഷാജൻ സ്കറിയ, അതായത് താങ്കളുടെ കുടുംബത്തെ കൂടി അവഹേളിക്കുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് എന്ന് താങ്കൾ പറയുമ്പോൾ, ആ സന്ദേശത്തിൽ കൂടി അത് പൂർണ്ണമായും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റുന്നതല്ല എങ്കിലും കേൾപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ, മറ്റു ഭാഗങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയതാണ്. അതുകൂടി ഒന്ന് കേൾക്കാം. കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജന എത്തി തന്നതാണ്. അവക്കല്ല, തൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തൻ്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തൻ്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും കേട്ടോ, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തൻ്റെ ഭാര്യയും തൻ്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തൻ്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, യെസ്, ഈ നിലയിലുള്ള സംഭാഷണമാണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ പറയൂ. ഇതിപ്പം ഈ അപർണയുടെ മെസ്സേജ് ഇട്ടുകൂടെ ഇട്ടതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കുറെ വൃത്തിയായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്നും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അപർണയെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടു. അപ്പോ അതിങ്ങനെ ഇത് മുമ്പ് നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് അടക്കം കുറെ മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ അപർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത്. അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത്. എനിക്കറിയത്തില്ല എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനും ഇയാൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ഈ 2 വോയിസ് മെസ്സേജ് ആകപ്പാട് ഇയാൾക്ക് മറുപടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ആദ്യം ഒരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അപർണയെ കുറിച്ച് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ അയാൾ നിരവധി പേർക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ്. അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാളെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നു. അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു. അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ്. അങ്ങനെ അയാൾ വിപ്ലവത്തിന്റെ നായകനായതുകൊണ്ട് അയാൾക്ക് ആരെക്കുറിച്ച് എന്തും പറയാം. ഈ അവസ്ഥയല്ല. ഞാൻ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാര്യയെക്കുറിച്ചും പിള്ളേരെക്കുറിച്ചും പറഞ്ഞത് ഒരു പരാതി കൊടുക്കേണ്ടത്. പക്ഷെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പലർക്കെതിരെയും ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പരാതി കൊടുക്കാറ്. പിന്നെ അപർണയുടെ കിട്ടിയപ്പോൾ ഞാൻ അപർണയ്ക്ക് ഇട്ട് കൊടുത്തു.
കാരണം അപർണ ഇയാൾ ഇങ്ങനെ ഇട്ടതാണെന്ന് പറഞ്ഞാൽ അപർണയ്ക്ക് ഇട്ടുകൊടുത്തു. അതാണ് എനിക്കിതിന്റെ ഒരു പശ്ചാത്തലം അറിയാവുന്നത്. അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ അയാൾക്ക് എന്തും പറയുവാനുള്ള ഒരു ലൈസൻസ് അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ ഷാജൻ സ്കറിയ? ഇപ്പോൾ അയാൾ എന്ത് നടനുമാകട്ടെ, ആ നടന വൈഭവം എത്രത്തോളം മികവുറ്റതാകട്ടെ, അതൊക്കെ ഇങ്ങനെ പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ലല്ലോ. അല്ല, അത് സമ്മതിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മഹാനായ ഒരു സാംസ്കാരിക നായകനായി സമൂഹത്തിൽ മാറുകയും അയാളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അയാൾക്ക് ആത്മവിശ്വാസം കൂടുന്നു പറയുന്നു. അയാൾക്കെതിരെ ഇഷ്ടം പോലെ ഞാൻ ഒരു കാര്യം ചെയ്യും, അയാൾ എന്തെല്ലാം വൃത്തികെടുപ്പ്, ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചു, VS അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് വ്യക്തികളെ ചീത്ത വിളിക്കുന്നതും അയൽപക്കത്തുള്ള ഒരു തുണി പറിച്ച് കാണിക്കുന്നതും എന്തെല്ലാം വൃത്തികേടുകൾ അയാൾ കാണിച്ചു. അയാൾക്കെതിരെ കേസ്, അയാളെ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ അപർണയെ കുറിച്ച് അയാൾ പറഞ്ഞത് അങ്ങേയറ്റം വൃത്തികേടാണ്. ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കത്തില്ല. എന്റെ ഭാര്യയെ കുറിച്ചും എനിക്ക് 16 വയസ്സ് പോലും തികയാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചും അയാൾ പറഞ്ഞത് മഹാവൃത്തികേടാണ്. എനിക്ക് മാത്രമേ പറഞ്ഞു അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ഈ കേരള പോലീസിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണയിലാണ്. ആ ഭാഗം ചേർന്ന് നിന്നാൽ, അവർക്കൊപ്പം നിന്നാൽ എന്ത് വൃത്തികേട് ഇവിടെ കാട്ടാം. അല്ലാതെ ഒരാൾ തുമ്മിപ്പോയാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചപ്പോ പ്രശാന്ത് ഒക്കെ സസ്പെൻഷനില്ല 1 വർഷത്തിലധികമായിട്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പുറകെ പോകണമെന്ന് ഓർത്താണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ പിന്നെ അപർണ എന്നോട് പറഞ്ഞു വെറുതെ വെക്കേണ്ട കാര്യമില്ല, ഇത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങൾ അത് കൈകാര്യം ചെയ്തോളൂ. കാരണം അയാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ജാത്യാധിക്ഷേപം എന്ന് പറഞ്ഞ കേസ് വരാം. ഞാൻ അനുഭവിച്ചതാണ് ഒരു കേസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ അയാൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എന്നെ അയാൾ പച്ചത്തെറി വിളിച്ചാലും ഞാൻ അതേക്കുറിച്ച് പ്രതികരിച്ചാൽ അയാൾ ഒരു പക്ഷേ അങ്ങനെയൊന്നുമുള്ള പ്രിവിലേജ് യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിനുമില്ലല്ലോ. ഇതിപ്പോൾ ദളിത് വിഭാഗത്തിന്റെ ഒരു ശബ്ദമേ അല്ല. ദളിത് ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ്. അവരുടെ യഥാർത്ഥ പോരാട്ടങ്ങളുടെ നിറം കെടുത്തുന്നതാണ് ഈ ഇത്തരം പരാമർശങ്ങൾ എന്നും കൂടിയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇല്ല, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ എന്റെ ഒരു അനുഭവം മോശമാണ്. അതായത് ഞാൻ ഒരിക്കൽ ഒരു MLA കുറിച്ച് വളരെ മോശമായി അല്ല, നല്ല അയാളെ നേരത്തെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ അയാളുടെ ജാതി ഓർത്തു പോലുമില്ല. അയാളുടെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു, പാവപ്പെട്ട കുട്ടികളെ വെയിലത്ത് നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ ദളിതനായതുകൊണ്ട് അയാൾക്കെതിരെ വാർത്ത കൊടുത്തു പറഞ്ഞിട്ട് എനിക്ക് സുപ്രീം കോടതി വരെ ഒളിവിൽ പോകേണ്ടി വന്നു. അത്തരമൊരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ സത്യമായിട്ടും ഒരു പരാതി കൊടുക്കാൻ പേടിയാണ്. ഞാൻ കൊണ്ട് പരാതി കൊടുത്താൽ അപ്പം ഈ ദളിതാക്ഷേപം പറഞ്ഞ് എന്റെ പേര് കേസെടുത്ത് അറസ്റ്റ് ചെയ്താലോ എന്നൊരു ഭയം എനിക്കില്ലാഴുകയില്ല. അതായത് തിരിച്ചേതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയോ സൃഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അയാളെ പിന്തുണയ്ക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് അല്ലേ? ഉണ്ട്. അയാൾ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും അയാളിപ്പോ കഴിഞ്ഞ ദിവസം പോലീസ്, ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. പോലീസിന് കൊടുത്ത മൊഴി അയാൾ കവിതയാണ് എഴുതുന്നതാണ്. ഈ പറഞ്ഞ പച്ചത്തെറിയ അയാൾ കവിതയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് കവിതയാണെന്ന് കുറിച്ചിട്ട് അത് കവിതയാണെന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസുകാരിവിടെ ഉള്ളത്. എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഒരു ബന്ധമില്ല. അവരോട് ഞാൻ പറഞ്ഞില്ല. അവരിപ്പം ഇത് കേൾക്കുമ്പോഴായിരിക്കും അവർ അറിയാൻ പോകുന്നത്. ഞാൻ അവരോട് പറയാനും പോയില്ല. ഇത് അവരോട് പറഞ്ഞ് അവരറിയാൻ പോകുന്നത് ഇപ്പോഴായിരിക്കും. അപ്പം ഇത് കവിതയാണെന്നായിരിക്കും പോലീസ് റിപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യും? യെസ്, അപർണ കുറുപ്പ് കൂടി ചേരുന്നുണ്ട്. അപർണ, നേരത്തെ തന്നെ നമുക്കറിയാം അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ വിനായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് വാർത്തകൾ നൽകിയ പശ്ചാത്തലമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മൾ സൂചിപ്പിച്ചതുമാണ്. അതായത് ഇത്തരം പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതുമായി മുന്നോട്ട് പോകാൻ ഒരു നടൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലായിരുന്നു അപർണയുടെ ആദ്യത്തെ വീഡിയോ വരുന്നത്. അതിനുശേഷമാണ് ന്യൂസ് 18 നേരെ ഒപ്പം അപർണയ്ക്ക് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ എന്നത്. അത് ഏതാണ്ട് അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം അത്തരം പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിനായകന്റെ ഭാഗത്ത് നിന്ന് അത് നേരിട്ട് പോസ്റ്റായി പ്രത്യക്ഷപ്പെടുകയല്ല. ഷാജൻ സ്കറിയെ പോലെയുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പലർക്കും ഓഡിയോ സന്ദേശമായി അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് പ്രേക്ഷകർക്ക് കേൾക്കുന്നതിന് വേണ്ടി ആ ഓഡിയോ സന്ദേശത്തിലേക്ക്. എടി അപർണേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്നെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു. മനസ്സിലായടാ? യെസ്, അപർണ കുറുപ്പ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപർണ, ഇതിപ്പോൾ തുടർച്ചയായി, അതായത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സമയത്ത് ഇത്
ഒരു പ്ലാറ്റ്ഫോമിൽ, പൊതുവായ പ്ലാറ്റ്ഫോം എന്ന് തന്നെ പറയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അത് ആർക്കും സ്വീകാര്യമാകുന്ന പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു രീതി എന്നത് ഇത് പല ആളുകൾക്ക് ഇങ്ങനെ അശ്ലീലം, അത് അങ്ങേയറ്റത്തെ അശ്ലീലം ഉപയോഗിച്ചുകൊണ്ടുള്ള പദപ്രയോഗം അത് പറയുക തന്നെയാണ്. നേരത്തെ എഴുത്തായാണ് വന്നത് എങ്കിൽ ഇത് ഫോണിലൂടെ ഓഡിയോ മെസ്സേജായി അയക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. തുടരുന്ന അശ്ലീല പ്രയോഗം എന്ന് തന്നെ പറയാം. ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഈ അശ്ലീല പ്രയോഗം തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇതിന് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ കുറേ അധികം ആളുകൾ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണോ ഷാജിൻ സ്കറിയെ പോലുള്ളവർ പറയുന്ന ആ പിന്തുണയാകാം ഇത്തരം പ്രതികരണങ്ങൾ തുടരാൻ കാരണമെന്നാണ്? അഭിലാഷ്, വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം പല ഭാഗങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ വിട്ടത്, അത് ബീപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത് പുലയാടി മോളെ എന്നുള്ളൊരു വാക്കാണ്. അത് കവിത, അച്ഛൻ്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അത് ആ ഒരു വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊക്കെ രണ്ട് കാര്യമാണ്. ഒരു തികഞ്ഞ ഒരു അറ്റൻഷൻ സീക്കിങ്, ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം. രണ്ടാമത്തത് അതൊരു തികഞ്ഞ ഭീരുത്വമാണ്. കാരണം മാധ്യമപ്രവർത്തകനായ ഷാജിൻ സ്കറിയയ്ക്കാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ അത് നേരിടുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ വിനായകനെ പോലെ ഒരു നടനെതിരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രതികരണങ്ങൾ അർഹിക്കാത്തതാണ്. ഇപ്പം പ്രതികരണങ്ങൾ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു വിഭാഗമാണ് വിനായകൻ എന്ന് കരുതുന്നത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷവും നടത്തിയിട്ടില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാകുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തോട് കാണിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വിളിക്കുകയും കവിതയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ നയത്തിനൊരു വിഷയം കൂടെ അതിനകത്തുണ്ട്. അതേസമയം ആ നയമുള്ളപ്പോഴും എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിയമപാലന സംവിധാനവും ഭരണകൂടവും ഒക്കെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. ആ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിച്ചതിന് ശേഷം മറുനടൻ മലയാളി ഷാജിൻ സ്കറിയയുടെ പോർട്ടലും അങ്ങനെ ഒരു വീഡിയോ വിനായകനെ വിമർശിച്ച് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക, മറ്റ് പലർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക എന്നതിലൂടെ തികഞ്ഞ ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്. പുച്ഛത്തോടുകൂടി കളയുകയാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം നടത്താൻ പോലും അർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. ഇത്തരം ചില സംഭവങ്ങളെയും ചില വ്യക്തികളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ആ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് കരുതുന്നില്ല. ഇപ്പോൾ പി ഗീത, സാമൂഹ്യ പ്രവർത്തക, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഗീത, ഇതിപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാം. പക്ഷേ അത് മാത്രം മതിയോ? നമുക്കൊരു ഭരണ സംവിധാനമുണ്ട്, ഭരണകൂടം ഉണ്ട്, നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. സ്ത്രീകൾക്കെതിരെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം പരാമർശങ്ങൾ തുടരുമ്പോൾ ഇത് നമ്മുടെ ഭരണകൂടം കാണുന്നില്ല, ഭരണകൂടത്തിന് ഇതിനൊക്കെ പരിമിതിയുണ്ട് എന്ന നിലയിൽ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒന്നാണോ ഇത്? തീർച്ചയായിട്ടും അല്ല. കാരണം സൈബർ സ്പേസിൽ നടത്തുന്ന അറ്റാക്കുകൾ ഒക്കെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. കാരണം ഏറ്റവും പുതിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് സൈബർ സ്പേസ് എന്നുള്ളത്. ആ സ്പേസിൽ അതിന്റെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത്, കാരണം ഇത് എല്ലാവരും കാണുന്നുണ്ടല്ലോ. കാരണം ഇത് ഇവിടുത്തെ ഏതെങ്കിലും അധികാരികൾക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ പിറ്റേ ദിവസം അയാള് പോലീസ് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോ സ്ത്രീകൾക്കെതിരെ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു വാഗ്ദാനം നൽകി ഭരണത്തിലേറിയിട്ടുള്ള ഒരു സർക്കാർ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള സൈബർ പരാമർശങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ പോലീസിനെ നിർബന്ധിക്കേണ്ടതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലും പരാതി നൽകുന്ന സമയത്ത് അതിനോട് റീസണബിൾ ആയിരിക്കണം. കാരണം ഇതൊക്കെ ഞാൻ എഴുതിയതൊക്കെ കവിതയാണെന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമായ സാഹിത്യവും സിനിമയും പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ സ്ത്രീവിരുദ്ധമായ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കാനുള്ള അവകാശം ഏതെങ്കിലും പ്രത്യേക ആൾക്കാർക്കുണ്ടോ? അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ അത്തരത്തിലുണ്ട് എന്ന് തോന്നിക്കുന്ന വലിയ തരത്തിലുള്ള ക്രൈമാണ് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടുകൊണ്ട്, കാരണം ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് താനൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്, തന്നെ എല്ലാവരും സംരക്ഷിച്ചു കൊള്ളണം എന്നുള്ള
ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ശരികേടുണ്ടെന്ന് എനിക്ക് അതാണ് തോന്നുന്നു. ശ്രീമതി പി ഗീത. ഇത്തരം ഇതിപ്പോൾ രഹസ്യമായൊന്നും വെക്കേണ്ട ഒന്നുമല്ല. വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകനെ ആഘോഷിച്ചത് പ്രധാനമായും ഇടത് ഹാൻഡിലുകൾ ആണ്, ലെഫ്റ്റ് ചിന്താഗതികൾ ഉള്ള ആളുകളാണ്. നമുക്കറിയാമല്ലോ, ഈ ഇടത് ചിന്താഗതിയുള്ള ആളുകളൊക്കെ മറ്റു ചിലരൊക്കെ ചെറിയ പ്രയോഗങ്ങൾ നടത്തിയാൽ പോലും വലിയ ആയുധങ്ങളുമായി രംഗത്ത് വരാറുണ്ട് സൈബർ ഇടത്തിൽ. ഈ വിനായകൻ ഇത്തരം തെറിയഭിഷേകം നടത്തുമ്പോഴും പലരും അത് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്നൊരു മട്ടാണ്. അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? അപ്പോൾ പിന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ഇടത് ഹാൻഡിലുകളും ഇടത് ചിന്താഗതിക്കാരുമാകുന്നത് എന്ന് പോലുമല്ലേ സംശയിക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് ചിലർക്ക് മാത്രം ചില പ്രത്യേക പ്രിവിലേജുകളൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തന്റെ ഒരു അവസ്ഥയെ ഒരു പ്രിവിലേജായി എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ സപ്പോർട്ടേഴ്സിനും അവരുൾക്കൊള്ളുന്നതിനും ഇത്തരം ആൾക്കാർ ബാധ്യതയാവും. ഒരു ദളിത് സ്വത്വബോധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വസ്തുത്തിൽ ദളിത് സ്വത്വബോധവും സ്ത്രീ സ്വത്വബോധവും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടാണ് സമൂഹത്തെ പുരോഗതിയിലെത്തിക്കുക. ഇത് സ്ത്രീവിരുദ്ധമായ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദളിത് സ്വത്വബോധത്തിന് തന്നെ ബാധ്യതയാവും അത്തരം ആൾക്കാർ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ആൾക്കാർ ഒരു സാമൂഹികമായിട്ടുള്ള പൊതുസമൂഹം അവരുൾക്കൊള്ളുന്ന കാറ്റഗറിക്ക് തന്നെ അത് ബാധ്യതയായിട്ട് മാറാനാണ് സാധ്യത. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ അശ്ലീല സന്ദേശം അയച്ചു നൽകിയത് ഷാജൻ സ്കറി എന്ന മാധ്യമ പ്രവർത്തകനാണ്. എന്തിനാണ് താങ്കൾ ഇത് എനിക്ക് അയച്ചു നൽകുന്നത്? ഇത് അപർണയെക്കുറിച്ചുള്ള ഒരു സംഭാഷണം തനിക്ക് അയച്ചു നൽകുന്നത് എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഷാജൻ സ്കറിക്ക് നേരെയും അധിക്ഷേപ വർഷമാണ്. ഷാജൻ സ്കറിയുടെ ഭാര്യയെക്കുറിച്ച്, പ്രായപൂർത്തിയാകാത്ത മകളെക്കുറിച്ച്, അവർക്കും ഞാൻ ഇതുപോലെയുള്ള ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നു. അതിന് ഷാജൻ സ്കറിയെ ഒരു നിയമ പോരാട്ടത്തിലേക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ നേരത്തെ ഒരു MLA-യുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ചെയ്തപ്പോൾ ആ വാർത്തയിലെ ശരിയോ ശരികേടോ അല്ല അന്വേഷിച്ചത്, അയാളുടെ ജാതിയാണ് അന്വേഷിച്ചത്. അങ്ങനെ തനിക്ക് സുപ്രീം കോടതി വരെയൊക്കെ പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ വിനായകൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴും വിനായകൻ ഒരു ദളിതനാണ് എന്നത് വസ്തുതയാണ്. അതേപോലെ തന്നെ ഒരു ഇടത് ഹാൻഡിലുകളാൽ ആഘോഷിക്കപ്പെടുന്ന ആളാണ് എന്നതും വസ്തുതയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ തെറ്റ് ചെയ്താലോ ആരെ അധിക്ഷേപിച്ചാലോ എല്ലാവരും നിശബ്ദരായിരുന്നു കൊള്ളണം, ആരും ശബ്ദിക്കാൻ പാടില്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ സാമൂഹിക അവസ്ഥ. വളരെ ദൗർഭാഗ്യകരമാണ് കാര്യങ്ങൾ. നമുക്കെല്ലാം നമ്മുടെ ദളിത് സഹോദരങ്ങളോട് വലിയ ബഹുമാനവും ആദരവുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കാത്തത് തന്നെ അംബേദ്കറിന്റെ ആത്മനിയന്ത്രണമാണെന്ന് പറയുന്നു. അതായത് ദളിത് സമൂഹം ചരിത്രപരമായി അനുഭവിച്ച വേദനകളെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ വിനായകൻ യഥാർത്ഥത്തിൽ ദളിത് സമൂഹത്തിനൊരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പൊതുസമൂഹത്തിന്റെ വിരുദ്ധത, ആഭാസം, അശ്ലീലം, ജാതീയത, കൗണ്ടർ ജാതീയത പ്രയോഗങ്ങൾ, ഇത് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങളുടെ അടുത്ത് ഗീത മാഡം പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നത് ശരിയല്ല. വിനായകനെ ഇടയ്ക്ക് നന്നാക്കാൻ ജയസൂര്യ ശ്രമിക്കുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകളുണ്ട്. വിനായകനെ അമ്പലത്തിലൊക്കെ വിളിച്ചുകൊണ്ടുപോയി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ കണ്ടു. വിനായകൻ ഈ ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് ആഭാസം പറയുക, സ്ത്രീകളെ ആഭാസം പറയുക. വിനായകനും വലിയൊരു കലാകാരനാണ്, അല്ലാതെ ആരും പറയില്ല. സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് വിനായകൻ. പക്ഷെ അദ്ദേഹത്തിന്റെ കലയും മറ്റുമെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അച്ചടക്കമില്ലായ്മ കാരണം ഇല്ലാതാകുകയാണ്. യഥാർത്ഥത്തിൽ വിനായകനെ ചികിത്സിക്കുകയാണ് വേണ്ടത്. വിനായകനോട് ഇഷ്ടമുള്ള കലാരംഗത്തെ ആൾക്കാരോ ഇടതുപക്ഷ സഖാക്കളോ സുഹൃത്തുക്കളോ നടന്നുകൊള്ളട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ അതിലൊന്നും ആർക്കും ഒരു വിയോജിപ്പുമില്ല. വിനായകന് ഇഷ്ടമുള്ളവർ ചികിത്സിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കൊള്ളട്ടെ, അതിലൊന്നും തർക്കമില്ല. ഇതിപ്പോൾ ഗോവിന്ദച്ചാമിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. അയാൾക്ക് പരിശോധനയും അല്ലെങ്കിൽ കൗൺസിലിങ്ങുമാണ് വേണ്ടത് എന്നല്ലല്ലോ പറയാറുള്ളത്. അതായത് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു, ആ സ്ത്രീയെ ബലാത്കാരം ചെയ്തുവെങ്കിൽ അതിനനുസൃതമായ ശിക്ഷയാണ് നൽകേണ്ടത്. ഇവിടെയും സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം തുടരുക, എന്തും വിളിച്ചു പറയുക എന്നത് അയാളുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ചികിത്സിക്കാം, അത് ആഗ്രഹമുള്ളവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനവും ഇതിനെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയാണ് ചർച്ച ചെയ്യുന്നത്. പ്രശ്നമേ ആരെങ്കിലും സീരിയസ് ആയ ഒരു പരാതി കൊടുത്താൽ അപർണാജിക്ക് കേൾക്കേണ്ടി വന്നതും അവരുടെ കുടുംബത്തിന് കേൾക്കേണ്ടി വന്നതും ഒക്കെ വളരെ വിഷമമാണ്. ഞാൻ സീരിയസ് ആയി പരാതികളുണ്ടല്ലോ, നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെയാണ് എന്റെ കാര്യം. വിനായകനെ ബഹുമാനത്തോടെയാണ് പറയുന്നത്. നമുക്ക് പോലീസും നമുക്കറിയാമല്ലോ, ഗവൺമെന്റിന്റെ കൂടെ ഇൻഫ്ലുവൻസിലെ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആരെങ്കിലും അങ്ങനെ പോലീസിൽ പരാതി കൊടുക്കുകയും ഫോളോ അപ്പ് ചെയ്ത് ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് വുമൻ എന്ന് പറഞ്ഞ് കോടതിയിൽ പോവുകയും ചെയ്താൽ വിനായകന് ശിക്ഷ കിട്ടാനുള്ള പ്രോസസ് ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശ്രീ രാഹുൽ ഈശ്വർ
ആർക്കെങ്കിലും ആണോ ആ ഉത്തരവാദിത്തം എന്നുള്ളതാണ് പ്രധാനം. ഞാൻ അപ്പോൾ ഒരു പിന്നെ കാര്യം കൂടെ അതായത് നമ്മുടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. സമൂഹത്തിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. ചിലർ ദുർബലരായിരിക്കാം, ചിലർ ശക്തരായിരിക്കാം, ചിലർ വലിയ സ്വാധീനം ചെലുത്തുന്നവർ ആയിരിക്കാം, ചിലർ താരങ്ങളായിരിക്കാം, പരിവേഷമുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം ഇരകളാക്കപ്പെടുന്നവന്റെ ഉത്തരവാദിത്തം എന്ന നിലയിലാണോ കാണേണ്ടത്? ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ തുടർച്ചയായ അധിക്ഷേപങ്ങൾ നടത്തുന്നു. അതിനു മുമ്പ് നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകില്ല. ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമില്ല, ഒരു യുവജന സംഘടനകളുമില്ല എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അല്ല, ബഹുമാന പുരസ്സരം പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്തിന്റെ ചിലപ്പോഴെങ്കിലുമുള്ള ഇരട്ടത്താപ്പാണ്. ഞാനത് ഒന്നുകൂടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഒരു വ്യാജ പരാതി കൊടുത്ത് ശ്വേതാമേനോനെതിരെ കേസെടുപ്പിക്കാൻ നിൽക്കുമ്പോൾ എല്ലാ കാര്യവും ഉണ്ടായിട്ടും വിനായകനെതിരെ ഒരു ആക്ഷൻ പോലും ഉണ്ടാകുന്നില്ല. എന്തുമാത്രം ദൗർഭാഗ്യകരമാണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. യാതൊരു മെറിറ്റുമില്ലാത്തൊരു പരാതിയിൽ ശ്വേതാമേനോനെതിരെ ഒരു വ്യാജ വൾഗർ പരാതി എടുത്തു കൊടുത്തപ്പോ അതിനെതിരെ ആക്ഷൻ എടുപ്പിക്കാൻ അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ നടപടി ഇവിടെ നിൽക്കുമ്പോൾ ഈ രീതിയിൽ വിനായകനെതിരെ ഒരു നടപടി എടുക്കാൻ ആൾക്കാർ വരുന്നില്ല എന്നുള്ള ദൗർഭാഗ്യകരമാണ്. എനിക്ക് തോന്നുന്നു അഗ്രീവ് പാർട്ടീസ് ആരെങ്കിലും കൂടി തന്നെ അതിനൊന്ന് മുൻകൈ എടുക്കണം, പോലീസിൽ കൊടുക്കണം. പോലീസ് പ്രത്യേക ആക്ഷൻ ഒന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അത് കോടതിയിൽ ഫോളോ അപ്പ് ചെയ്യണം. കാര്യം വിനായകൻ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൊതുശല്യമായി മാറുകയാണ്. എപ്പോഴും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന ഒരിതായി മാറുകയാണ്. വിനായകൻ എന്ന കലാകാരനെ ഒരു ബഹുമാനക്കുറവില്ല. അദ്ദേഹത്തെ പല ചർച്ചകളിലും പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വിനായകൻ ഈസ് ക്രോസിംഗ് ഓൾ ലിമിറ്റ്സ്. എല്ലാത്തരം മര്യാദയുടെ സീമകളും ലംഘിക്കുകയും ലൈംഗിക ചുവയുള്ള, അശ്ലീല ചുവയുള്ള, നേരത്തെ തന്നെ ഓർമ്മയാണ് ഒരു പ്രസ് മീറ്റിൽ ഒരു പെൺകുട്ടിയോട് നേരിട്ട് സെക്സിന്റെ കാര്യം ചോദിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മാന്യതയും സഭ്യതയും വിനായകൻ അതിലംഘിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിനായകന് ഒരു പാഠം പഠിക്കേണ്ട, വിനായകനെ പാഠം പഠിപ്പിക്കേണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാഠം പഠിക്കേണ്ട അവസരമാണ്. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം, യുവജന സംഘടന മുൻകൈ എടുക്കണം, ഒരു ആക്ഷൻ, ലീഗൽ ആക്ഷൻ ഉണ്ടാകണം. യെസ്, വളരെ നന്ദി ശ്രീമതി ഗീത. ഒപ്പം രാഹുൽ ഈശ്വർ. വീണ്ടും ഷാജൻ സ്കറിയിലേക്ക് തന്നെയാണ്. ഷാജൻ, ഇതിപ്പോൾ താങ്കളെ നിരന്തരമായി ഇത്തരത്തിൽ ഫോൺ ചെയ്യുകയും ഇത്തരം സന്ദേശങ്ങളൊക്കെ അയക്കുകയുമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി അടുത്തത് താങ്കളുടെ കുടുംബത്തിനുള്ളതും കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെ, ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത്, ഇയാള് ഒരു പ്രകോപനവുമില്ലാതെ, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അയാളെ വിമർശിച്ച് വീഡിയോ ചെയ്തത്. വളരെ ശ്രദ്ധിച്ച്. ഞാൻ നേരത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ സൂക്ഷിച്ചും പരാമർശങ്ങൾ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. പക്ഷെ എന്നിട്ട് അയാൾ പച്ചത്തെറികളുടെ, അതാ ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം, അങ്ങനെ തുടർച്ചയായി നിരവധി സന്ദേശങ്ങൾ. ഞാൻ പലതും തുറന്നു നോക്കിയേയില്ല. ആദ്യം 2 കേട്ടു, പിന്നെ ഞാൻ കേൾക്കാനേ പോയില്ല. കാരണം എന്താ വെച്ചാൽ വെറുതെ കേട്ട എന്റെ മാനസിക ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ ഇയാൾ തുടർച്ചയായിട്ട് മെസ്സേജ് അയച്ചോണ്ട്, എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ കേൾക്കാതിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അയച്ചപ്പോഴാണ് ഞാൻ എന്താന്ന് ആദ്യം കേട്ടപ്പോൾ എന്നെ കുറിച്ച് അപർണയ്ക്കാണ്. അപ്പൊ ഇതിന്റെ പ്രശ്നം ഇയാളുടെ ആത്മവിശ്വാസമാണ്. ഇയാളെ ദളിത് സ്വത്വം ഇയാളെ സംരക്ഷിക്കും, ഇടതുപക്ഷം ഇയാളെ സംരക്ഷിക്കും, സൈബർ സംഘങ്ങൾ ഇയാളെ സംരക്ഷിക്കും, അയാൾക്ക് എന്തും ആരെക്കുറിച്ചും പറയാം, ഇയാൾ കറുത്തവന്റെ സുവിശേഷം പ്രസംഗിക്കാനാവുന്നതാണ് എന്നൊരു ആത്മവിശ്വാസം ഇയാൾക്ക് കിട്ടിയത് കൊണ്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലൊന്നും പരാതി ഇല്ലാന്നിട്ടൊന്നുമില്ല. ഇഷ്ടം പോലെ പരാതികൾ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ പരാതികളെ. ഇനിയിപ്പോ രാഹുല് ഉറപ്പ് തരുവാണെങ്കിൽ ഞാനൊരു പരാതി കൊടുക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടില്ല പരാതി കൊടുക്കാം. ഞാൻ പിന്നെ ഇതിന്റെ പുറകെ നടന്ന് ഇയാൾ നമുക്കൊരു നീതി ഇയാൾക്ക് വേണ്ടി ആരും മേടിച്ചു തരില്ല. നമ്മളെ എങ്ങനെയെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അല്ലാതെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെങ്കൊടി കൈപ്പിടിച്ചാൽ, ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ നെറ്റിലൊട്ടിച്ചാൽ എന്ത് വൃത്തികേടും കാണിക്കാം, ആരെക്കുറിച്ചും അശ്ലീലം പറയാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഞെട്ടിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എവിടെ നിന്നോ ഇല്ലാതെ എന്തൊക്കെയോ കഥകൾ വന്നില്ലേ. നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇവരെല്ലാം അങ്ങ് ആധികാരികമെന്ന് തോന്നിക്കുന്ന തരത്തിൽ കഥ പറയുന്നു, കഥകൾ എഴുതുന്നു, ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ഇതേക്കുറിച്ച് ചില വനിതാ മാധ്യമ പ്രവർത്തകർ തന്നെ ആഘോഷിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ മാധ്യമങ്ങൾ മൂടി വെച്ചു എന്ന് പറഞ്ഞ് അവരെ തെറി വിളിക്കുന്നു. ഇതൊരു CPM-ന്റെ സംസ്കാരമാണ്, സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്ത്രീകളെ കുറിച്ച് അശ്ലീലം പറഞ്ഞ് ആനന്ദിക്കുക. അപ്പൊ ആ പാരമ്പര്യം വിനായകൻ തുടരുന്നു. വിനായകനെതിരെ ഒരു നടപടിയും എടുക്കാൻ ഇവർക്ക് കഴിയില്ല, ഇവരെടുക്കത്തുമില്ല. പിന്നാലെ നടന്ന ഇവൻ വീണ്ടും നമ്മളെ കുറിച്ച് അശ്ലീലം പറയും. ഇപ്പൊ ഭാഗ്യത്തിന് ഭാര്യയും മകളും അറിഞ്ഞിട്ടില്ല, ഇത് പറയുമായിരിക്കും. പിന്നെ അവരൂടെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം, നമ്മുടെ ഒരു നിസ്സഹാവസ്ഥ, എന്റെ ഒരു നിസ്സഹാവസ്ഥ. ഈ സാഹചര്യത്തിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോലും സുരക്ഷയില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത്ര സംരക്ഷണമാണ് ഈ വൃത്തികെട്ടവർക്ക് ഈ സർക്കാർ കൊടുക്കുന്നത്. അതുകൊണ്ട് നിസ്സഹാവസ്ഥയിലാണ്.
ഇത് ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ പരാതി തരൂ, നടപടി എടുക്കാമെന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കും. അല്ല, പരാതി ഇപ്പോൾ KUWJ അടക്കം നേരത്തെ പരാതി നൽകിയതാണ്. ഇത് DGPക്ക് തന്നെ നേരത്തെ നൽകിയൊരു പശ്ചാത്തലവുമുണ്ടോ? പക്ഷേ ഇവരും ഗവനിക്കുന്നില്ലല്ലോ. കൂടി വന്നാൽ ഒരു പരാതി കൊടുത്താൽ ഇവരൊരു FIR ഇടും, എന്നിട്ട് ഇയാളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് എന്നാണ്ട് വിശേഷം ചോദിക്കും, പോരും. ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ മെനക്കെട്ട് അതേസമയം ഇവർ എന്ത് ചെയ്യും? പരാതിക്കാരനെ 10 തവണ വിളിപ്പിക്കും സ്റ്റേറ്റ്മെന്റ് എടുക്കാറാന്ന് പറഞ്ഞ്. നമ്മൾ മെനക്കെട്ട് തിരുവനന്തപുരത്താണ്, ഞാൻ എറണാകുളത്ത് പോണ്ടി വരും, നമ്മളിവിടെ വരുമല്ലോ. ഇങ്ങനെ എന്റെ അനുഭവം അങ്ങനെ. ഞാൻ നിരവധി ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പരാതി കൊടുത്ത് പരാജയപ്പെട്ടൊരു മനുഷ്യനാണ്. ഇന്നേ വരെ ഒരു FIR-ഉം ഞാൻ കൊടുത്തതിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതേസമയം ലോകത്ത് ആരെങ്കിലും കൊണ്ട് കൊടുത്ത 127 കേസാണ് എന്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവരോട് ചേർന്ന് നിൽക്കുക, ഇവരുടെ വൃത്തികേടുകൾക്ക് ഒത്താശ പാടുക, അതാണ് വിനായകൻ ചെയ്യുന്നത്. വിനായകൻ ഇനിയും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഭീഷണിയാണ്, മുഴുവൻ മനുഷ്യർക്കും ഭീഷണിയാണ്. അയാളുടെ ദളിത് സ്വത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വൃത്തികേട് തുടരും. അയാളെ സംരക്ഷിക്കാനും അയാൾ മഹാനാണെന്ന് പറയാനും കവിയാണെന്ന് പറയാനും ഇവിടെ ആളുണ്ടാവും. സഹിക്കുകയല്ലാത്തൊരു വഴിയുമില്ല. അതാണ് ഇപ്പോഴത്തെ കേരളം. വളരെയധികം നന്ദി ശ്രീ ഷാജൻ സ്കറി ഞങ്ങളോട് പ്രതികരിച്ചതിന്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ആ പഴഞ്ചൊല്ലായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അങ്ങനെ നിവർത്തേണ്ട വാലുകളുണ്ടെങ്കിൽ അത് നിവർത്തേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതല്ല വേണ്ടത്. ഇത്തരത്തിൽ സ്ത്രീകളെ തുടർച്ചയായി അപമാനിക്കുന്ന ആളിനെതിരെ നിരന്തരമായി പരാതി ലഭിച്ചിട്ടും അതിൽ കർശനമായൊരു നിലപാട് സ്വീകരിക്കാൻ, നടപടിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായും ഈ സംവിധാനത്തിൻ്റെ, അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ കൂടി വീഴ്ചയായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ എത്ര പ്രമുഖനാണെങ്കിലും പ്രബലനാണെങ്കിലും എന്ത് താരപരിവേഷം ഉള്ള ആളാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ഇത്രമേൽ അമാന്യമായ അശ്ലീലം നിറഞ്ഞ സംഭാഷണം നടത്തുന്ന, അത് തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഇതുപോലെ നോക്കുകുത്തിയായി ഇരിക്കേണ്ടതല്ല നമ്മുടെ ഭരണകൂടം എന്ന് ആവർത്തിച്ചു പറയുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് ഇടവേള. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല, കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. DCC അധ്യക്ഷ പദവിയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് N ശക്തൻ. പുനഃസംഘടനയിൽ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കണം, തന്നെ ഒഴിവാക്കി തരണമെന്നും നേതൃത്വത്തോട് N ശക്തൻ ആവശ്യപ്പെട്ടു. പദവിയിൽ തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് N ശക്തന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് താൽക്കാലിക അധ്യക്ഷന്റെ ചുമതല നൽകിയ N ശക്തൻ തന്നെ ആ ചുമതലയിൽ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് ആദ്യം എത്തിയത്. പക്ഷേ DCC അധ്യക്ഷന്മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വരുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് N ശക്തൻ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുമ്പിൽ ഔദ്യോഗികമായി തന്നെ വെച്ചിരിക്കുന്നത്. കാട്ടാക്കടയിലോ നെയ്യാറ്റിൻകരയിലോ സ്ഥാനാർത്ഥിയാകണമെന്ന വലിയ ആഗ്രഹത്തിലാണ് N ശക്തൻ സജീവമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നാടാർ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മുതിർന്ന ഒരു നേതാവെന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ പാലോട് രവിയുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണ വിവാദം വന്നതിന് പിന്നാലെ താൽക്കാലിക അധ്യക്ഷന്റെ ചുമതലയിലേക്ക് നിയോഗിച്ചത്. പക്ഷേ അത് ആ പദവിയിൽ അദ്ദേഹം തുടരുന്ന സാഹചര്യമുണ്ടായാൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന മോഹങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ പദവിയിൽ നിന്ന് തന്നെ ഈ അധ്യക്ഷന്മാരുടെ പട്ടിക വരുമ്പോൾ മാറ്റണമെന്ന ആവശ്യം
നേതൃത്വത്തോട് എൻ ശക്തൻ തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് എൻ ശക്തന് പകരക്കാരനായി ആരെ കണ്ടെത്തും എന്നതാണ് ഹൈക്കമാൻഡിന് മുമ്പിൽ ഇനി വെല്ലുവിളിയായി മാറാൻ പോകുന്നത്. കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം മൂലം എന്ന സോനയുടെ അമ്മ. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കുടുംബം കത്തയച്ചു. പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയെന്ന് കുടുംബം പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, കുടുംബം ആവശ്യപ്പെടുന്നത് NIA അന്വേഷണമാണ്. എന്തുകൊണ്ടാണ് കുടുംബം ഇങ്ങനെയൊരു അന്വേഷണം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്? അഭിലാഷിത പ്രധാനമായിട്ടും തന്നെ കുടുംബം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ വ്യക്തമായ രീതിയിൽ ഇത് മതം മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ മതമാറ്റത്തിന് വേണ്ടി അവർ നിർബന്ധിച്ചിരുന്നു. അതായത് ഇപ്പോൾ പ്രതിയായ റമീസ് അടക്കം, റമീസിന്റെ കുടുംബത്തിലെ മുഴുവൻ പേരും തന്നെ ഈ മതം മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ നിർബന്ധം ചെലുത്തിയിരുന്നു. ഇത് ആരുടെയെങ്കിലും പ്രേരണയിലാണോ എന്നത് അന്വേഷിക്കണം. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ കുടുംബത്തിന് പുറത്തും, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തുനിന്ന് പോലും അത്തരം ഇടപെടലുകൾ നടത്തുന്നവർ ഇതിന് പിറകിലുണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഇത് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല. ഇതിന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ഈ റമീസിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ വളരെ ദുർബലമാണെന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ മൂലം അത്തരം കാര്യങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഈ അന്വേഷണം ചെന്നെത്തുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകണം. ഈ റമീസിന്റെ കുടുംബം അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്, അത് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ നടപടികൾ ഉണ്ടാകണമെന്നതാണ് ഇവർ ഈ കത്തിലൂടെ ആവശ്യമുന്നയിക്കുന്നത്. അതേസമയം പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. 10 അംഗ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ. മൂവാറ്റുപുഴ DYSP ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വൈകാതെ റമീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ SITയുടെ GPR സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ ഉൾപ്പെടെ 8ഓളം പേരെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ 13ാം പോയിന്റിലായിരുന്നു നിർണായകമായ പരിശോധന. ആദ്യഘട്ടത്തിലെ അവസാന പോയിന്റ് കൂടിയാണിത്. ഇതോടെ SIT അന്വേഷണത്തിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിച്ചേക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ആദ്യഘട്ട പരിശോധന ക്ലൈമാക്സിലേക്ക് ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയ പോയിന്റ് 13 നിർണായക തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 13ാം പോയിന്റ്. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ ഉൾപ്പെടെ 8ഓളം പേരെ ഇവിടെ കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിയുടെ മൊഴി. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന. ഇന്ത്യ പാക് അതിർത്തിയിൽ തുരങ്കം വഴിയുള്ള നുഴഞ്ഞുകയറ്റം കണ്ടെത്താൻ BSF ഉപയോഗിക്കുന്നതിന് സമാനമായ അമേരിക്കൻ നിർമ്മിത GPR ആണ് ധർമ്മസ്ഥലയിൽ എത്തിച്ചിരിക്കുന്നത്. SIT സംഘത്തലവൻ DGP പ്രണബ് മൊഹന്തിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധന. DIG അനുചേത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിക്കുന്ന ഇടങ്ങൾ മാർക്ക് ചെയ്ത് വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. 2 മണിയോടുകൂടിയാണ് ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം പരിശോധനയ്ക്കായി എത്തിയത്. റഡാർ സിഗ്നൽ ലഭിച്ച പ്രദേശം JCB ഉപയോഗിച്ച് കുഴിച്ചു പരിശോധിച്ചു. രഹസ്യ സ്വഭാവത്തിൽ തന്നെയായിരുന്നു 13ാം പോയിന്റിലെയും പരിശോധന. സമീപത്തായുള്ള പ്രാദേശിക റോഡ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സർപ്രൈസ് സ്പോട്ടായ ക്ഷേത്രഭൂമിയിലെ ബാഹുബലി ഹിൽസിലും GPR പരിശോധന ഉണ്ടാകും. അവസാനമായി അടയാളപ്പെടുത്തിയ ഇടത്തുകൂടി പരിശോധന പൂർത്തിയാകുന്നതോടെ കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ജൂലൈ 3-നാണ്
മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. ജൂലൈ 4-ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ജൂലൈ 19-നാണ് കർണാടക സർക്കാർ SIT രൂപീകരിച്ചത്. ശുചീകരണ തൊഴിലാളി കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിനെ തുടർന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി തലശ്ശേരി രൂപതയും CPM-ഉം നേർക്കുന്ന്. അവസരവാദി എന്നാണ് ജോസഫ് പാംപ്ലാനി MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെപ്പോലെ സംസാരിക്കരുത് എന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ മറുപടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ BJPക്ക് എതിരെ പറഞ്ഞ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ നിലപാട് മാറ്റിയിരുന്നു. ജാമ്യം ലഭിച്ചതിൽ BJPക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ പാംപ്ലാനിയുടെ നിലപാടിനെതിരെയാണ് CPM പരസ്യമായി രംഗത്ത് വന്നത്. ചില പിതാക്കന്മാർ RSSന് കുടലൊത്തു നടത്തുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ആദ്യം ഹിറ്റ്ലറെ അനുകൂലിക്കുകയും പിന്നീട് ഹിറ്റ്ലർ ജയിലിൽ അടയ്ക്കുകയും ചെയ്ത പാംപ്റ്റർ നിയോ മുള്ളറോടാണ് പാംപ്ലാനിയെ ഉപമിച്ചത്. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം വന്ന ശേഷം ഇന്നും സനോജ് വിമർശനം ആവർത്തിച്ചു. RSSനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പാംപ്ലാനി അപ്പോൾ ഞെട്ടി. പാംപ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമെന്ന് തലശ്ശേരി രൂപത വിമർശിച്ചു. കോടിയേരിയെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെപ്പോലെ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് തിരിച്ചടിച്ചു. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദച്ചാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ BJP അനുകൂല നിലപാടിലേക്ക് മാറിയ ബിഷപ്പുമാർക്കെതിരായ ക്രൈസ്തവ സമൂഹത്തിലെ എതിർപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും
സംസ്ഥാനത്തും വോട്ടർ പട്ടിക ക്രമക്കേട് കത്തുന്നു. തൃശൂരിലെ ക്രമക്കേടിൽ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. സുരേഷ് ഗോപി വോട്ട് മാറ്റിയത് നിയമവിരുദ്ധമാണ്. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും TN പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. തൃശ്ശൂര് കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ഡീറ്റെയിൽസ് ഒക്കെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ 50ഓളം നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടപടികളിൽ തൃശ്ശൂരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാസ്തമംഗലത്തുകാരാണ് പതിയെ അവിടെ വോട്ട് ചേർത്ത്. കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര്. അപ്പോൾ ഇവർക്കൊക്കെ വോട്ട് ശാസ്തമംഗലത്താണ്. കാലാകാലങ്ങളായിട്ട് ഇവർ വോട്ട് ചെയ്യുന്ന ശാസ്തമംഗലം ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ്. ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്ന് ശിവൻകുട്ടി ആരോപിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്. 75,000 വോട്ടിന് ജയിച്ച ആള് ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെയും CPM-നെയും വിമർശനങ്ങൾക്കുള്ള BJPയുടെ മറുപടി കൂടിയായിരുന്നു ഇത്. അതേസമയം ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധഭീഷണിയുമായി പാക് നേതാക്കൾ. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും തോൽപ്പിക്കുമെന്നും പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ. പാക് ജനത ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അവരോട് പോരാടി ജയിക്കാൻ ഇന്ത്യക്കാകില്ല എന്നും ഭുട്ടോ പറഞ്ഞു. ഭാരതത്തിന് നേരെ അണ്വായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പാക് സൈന്യാധിപൻ അസീം മുനീർ അമേരിക്കയിൽ വെച്ച് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ബിലാവൽ ഭുട്ടോയും ഭീഷണിയായി എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ആണ് ചേരുന്നത്. അഭിലാഷ്, നേരത്തെ ഈ സിന്ധു നദീജല കരാർ അത് പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ നദിയിലൂടെ രക്തമൊഴുകും എന്ന തരത്തിൽ വിവാദ പരാമർശം നടത്തിയ ആളാണ് ബിലാവൽ ഭുട്ടോ. ഇപ്പോഴിതാ ഈ സൈനിക മേധാവിയുടെ ഇന്ത്യ വിരുദ്ധ പരാമർശത്തിന് പിന്നാലെ നേതാക്കൾ കൂടുതൽ രംഗത്തു വരികയാണോ?
അഭിലാഷ്, ഇതിപ്പോൾ ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത് ഒരു പരമ്പരയായിട്ട് പാകിസ്ഥാൻ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബിലാവൽ ഭൂട്ടോ അമേരിക്കയിൽ വെച്ച് ആ സ്ഥലം അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ വലിയ ഭീഷണി മുടക്കിയത് കഴിഞ്ഞ ദിവസമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ, പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയാണ് ബിലാവൽ ഭൂട്ടോ. അദ്ദേഹം ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇതേപോലെ ഇന്ത്യക്കെതിരെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി അല്ലെങ്കിൽ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിലുള്ള യുദ്ധം നടത്തുമെന്നും അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ ജനത ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നും ആ യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കുമെന്നുമാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇന്ത്യക്ക് സിന്ധു നദീജലം തടഞ്ഞു വയ്ക്കാനുള്ള അധികാരമില്ല. അത്തരത്തിൽ അധികാരമില്ലാത്ത ഇന്ത്യ അത് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു യുദ്ധമായി കണ്ടുകൊണ്ട് ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യുമെന്നും അതിൽ ഇന്ത്യക്ക് ഒരു തരത്തിലും പാകിസ്ഥാനോട് ജയിക്കാനാകില്ലെന്നുമാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ നമുക്കറിയാം ഏപ്രിൽ 22-ന് നമ്മുടെ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ദിനേന ബിലാവൽ ഭൂട്ടോ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു, ഭീഷണി മുഴക്കിയിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം അസിം മുനീർ വലിയൊരു ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിലാവൽ ഭൂട്ടോ വീണ്ടും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് ഇവർക്ക് ഒരുപക്ഷെ അവിടുത്തെ ഒരു പൊതുപരിപാടിയിലാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇത്തരത്തിൽ അവിടുത്തെ ആളുകളെ സർക്കാരിന്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ ഇന്ത്യ വിരുദ്ധത പറയണം എന്നുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ദിനേന ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിയ തിരിച്ചടി ഇന്ത്യയിൽ നിന്ന് നേരിട്ട പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് തങ്ങൾ വിജയിച്ചു എന്നൊരു പ്രതീതി ഒരുപക്ഷെ ആ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പറയുന്നത്. എന്തായാലും ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണത്തിന് പിന്നാലെ BJP നേതാവ് മിഥുൻ ചക്രവർത്തി പ്രതികരിച്ചിരുന്നു. അതായത് ഇനിയും വീണ്ടും ഭീഷണികൾ മുഴക്കുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ബ്രഹ്മോസ് അയക്കാൻ, പാകിസ്ഥാനിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ അയക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് മിഥുൻ ചക്രവർത്തി ഇതൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇത്തരത്തിൽ പാക് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുകയാണ്. വിഭജന ഭീതി ദിനാചരണത്തിൽ സർക്കുലർ തിരുത്തി കേരള സർവകലാശാല കോളേജ് വികസന സമിതി വേണോ എന്ന് കോളേജുകൾക്ക് തീരുമാനിക്കാം. VC-യുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ സർക്കുലർ ഇറക്കിയത്. കോളേജുകൾക്ക് ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടായി, അതിനാലാണ് സർക്കുലർ തിരുത്തുന്നത് എന്ന് വികസന സമിതി ഡയറക്ടർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നിലപാടും ചൂണ്ടിക്കാണിച്ച് വികസന സമിതി ഡയറക്ടർ ഡോക്ടർ ബിജു വി പദവി ഒഴിഞ്ഞു. VC-യുമായുള്ള തർക്കത്തെ തുടർന്നാണ് തീരുമാനം. വിഭജന ഭീതി ദിന സർക്കുലർ തിരുത്തിയത് താൻ അറിയാതെയെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി. VV അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ? ഗവർണറുടെ നിർദ്ദേശപ്രകാരം, സർവകലാശാലയുടെ ചാൻസലറുടെ ഗവർണർ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ സർവകലാശാലകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല വികസന സമിതി എല്ലാ കോളേജുകൾക്കും ഒരു സർക്കുലർ നൽകി. 14-ാം തീയതി ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കണം. അത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം, ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു നടപടി എന്ന എല്ലാ കോളേജുകളെയും അറിയിച്ചു. പക്ഷേ കോളേജുകളിൽ നിന്ന് വലിയ എതിർപ്പ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാര്യമെന്ന് ചോദിച്ചുകൊണ്ടുള്ള കത്തുകളും അതുപോലെ ഫോൺ കോളുകളും ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലർ തിരുത്തുകയാണ് എന്നാണ് ഇപ്പോൾ ഡയറക്ടർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്, മറ്റു സർക്കുലറുടെ വ്യക്തമാക്കിയത്. ഈ ദിനാചരണം നടത്തണമോ എന്ന് കോളേജുകൾക്ക് തീരുമാനിക്കാം. വലിയ ആശങ്ക പല കോളേജുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിഭജന ഭീതി ദിനത്തെ എതിരെയുള്ള സംസ്ഥാനത്ത് മുഖ്യ നിലപാടും വ്യക്തമാക്കി. അതുകൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സർക്കുലർ തിരുത്തുന്നതെന്ന ഡയറക്ടർ നിലപാടെടുത്തു. എന്നാൽ ഡയറക്ടറുടെ ഈ സർക്കുലർ തന്റെ അറിവോടെയല്ല എന്ന നിലപാടുമായി VC മോഹനൻ കുന്നുമരം രംഗത്ത് വന്നു. അതോടെയാണ് വിവാദം വീണ്ടും ചൂടുപിടിച്ചത്. ഡയറക്ടർ ഇപ്പോൾ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒഴിയുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒഴിയുന്നത്. 14-ാം തീയതിയാണ് ഇത്തരത്തിൽ ആചരിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളാണ്